വൈകുന്നേരം കട്ടൻ്റെ കൂടെ 2 പരിപ്പുവടയും കൂടെ ആയാലോ? അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പരിപ്പുവട ഉണ്ടാക്കാനായി നമ്മൾ ആദ്യം നമ്മളൊരു മെഷർമെൻറ്റ് കപ്പോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എന്തെങ്കിലും എടുത്ത് പരിപ്പ് നമുക്ക്, അതായത് പരിപ്പുവട ഉണ്ടാക്കുന്ന പരിപ്പ് നമുക്ക് അളന്നെടുത്ത് കഴുകി കുതിർത്താൻ വെക്കണം. അതിന് ഞാനിപ്പോൾ ഒരു 1.5 ഗ്ലാസ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ നന്നായിട്ട് കഴുകി ഒരു 5-6 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ സാധനം കരിയാപ്പില, സവോള, പച്ചമുളക്, ഇഞ്ചി, വാറ്റൽമുളക്, ഇത്ര സാധനം മതി. പരിപ്പും ഇതും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഇപ്പം പരിപ്പെല്ലാം 5-6 മണിക്കൂർ കുതിർത്തെടുത്തതിന് ശേഷം ഇത് ഞാൻ വെള്ളം പോകാനായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരു എന്നാ പറയണത്, അരിപ്പയ്ക്കകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേ പരിപ്പുള്ളത് കൊണ്ട് 2 വട്ടമായിട്ട് അടിച്ചെടുക്കാം. അതിന് പരിപ്പ് അടിച്ചെടുക്കാൻ നേരത്ത് തന്നെ നമ്മളൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്ത് അടിച്ചെടുക്കുക. ഞാൻ 2 വട്ടം ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പശ പോലെയൊന്നും അടച്ചെടുക്കണ്ടല്ലോ, അറിയാമല്ലോ. ഇച്ചിരി കടിക്കാൻ പാകത്തിനൊക്കെ ഉള്ള വെച്ച് ഒന്ന് മിക്സിക്കകത്തിട്ട് കറക്കി എടുത്താൽ മതി. അതിനുശേഷം ഞാനതൊരു വലിയ പ്ലേറ്റിലോട്ട്, പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് നമുക്ക് കുഴയ്ക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഒരു വലിയ പാത്രത്തിലോട്ട് എടുത്ത് മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. അതിനാദ്യം ഉപ്പിട്ട് കൊടുക്കണം. ഞാനിതിൽ ഇന്ദുപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഉപ്പ് വേണേലും ആഡ് ചെയ്യാം. ഇനി സവോള ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ പരിപ്പോടെ നമുക്ക് കടിക്കാൻ കിട്ടുമ്പം അതൊരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ. സോ അതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് നമുക്ക് പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം. ഇനി കരിയാപ്പില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള സവോള എല്ലാം കൂടെ ഒരുമിച്ചങ്ങിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതായത് നമ്മൾ ഉണ്ട ഉരുട്ടാൻ നേരത്ത് കൈക്കകത്ത് ഉണ്ടയായിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മളൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നന്നായിട്ട് എടുക്കണം, അല്ല ഉപ്പെല്ലാം അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കും. ഓക്കെ, നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടിയോ എന്തെങ്കിലും വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യമനുസരിച്ച് എണ്ണയോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഏത് ഇഷ്ടമോ അത് ഒഴിച്ച് കൊടുത്തേച്ച് ഇങ്ങനെ പരിപ്പുവടയുടെ പരുവത്തിലാക്കി എടുത്ത് എണ്ണയിലിട്ട് കൊടുക്കുക. പരിപ്പുവടയ്ക്ക് റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഉള്ളം കൈയിലിട്ടൊന്ന് ഞെക്കി കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അതിനകത്ത് എണ്ണയ്ക്കകത്തിട്ട് മൊത്തം അങ്ങ് പൊരിച്ചെടുക്കുക. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പരിപ്പുവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കടയിൽ നിന്നൊക്കെ മേടിച്ച് കാശ് കളയുന്നതൊക്കെ നല്ലത് നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ലെവൽ വേറെ തന്നെ ആയിരിക്കും അല്ലേ. ഇപ്പോൾ അവധിക്കാലമല്ലേ, വീട്ടിൽ പിള്ളേർക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും സന്തോഷം, നമുക്കും സന്തോഷം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.